സത്യത്തിൽ ഇപ്പം വലിയ നിപ്പും പണിയോ ട്രിപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നീരൊന്നും ഇല്ലായിരുന്നു. ബട്ട് ഇന്ന് രാവിലെ എണീറ്റപ്പം എൻ്റെ കാലിൽ നല്ല വീക്കമുണ്ട്. കാലിനും കൈയുടെ വിരലിനും ഒക്കെ വീക്കം ഉണ്ടായിരുന്നു. അത് ഡെലിവറി അടുക്കുന്നതിന്റെ സൂചനയാണെന്നാണ് എൻ്റെ മാതാശ്രീ പറഞ്ഞത്. എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു ഉയരെന്ന് പറയുന്ന പേജിൽ നിന്ന് കേട്ടോ. അതിന്റെ പാക്കിംഗ് ആണ് ഞാൻ ഈ കാണിച്ചത്. എനിക്ക് അവരുടെ പാക്കിംഗ് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഞാൻ ഈ കാണിക്കുന്നത് എനിക്ക് ഇന്നത്തെ ഉച്ചയ്ക്ക് ഇതിനോടായിരുന്നു താല്പര്യം, അതുകൊണ്ട് ഇതാണ് കഴിച്ചത്. പിന്നെ ഒരു ഉച്ച സമയത്ത് എനിക്ക് നല്ല ക്ഷീണം തോന്നിയിട്ട് ഒന്ന് ഉറങ്ങാൻ പോകുന്നതാണ്. അത് കഴിഞ്ഞിട്ട് വേണം ആ വന്ന ഡ്രസ്സും ഇട്ടുകൊണ്ട് ഒന്ന് ഷോ ഓഫ് നടത്താൻ. എനിക്ക് അങ്ങനെയാണ്, എന്ത് സാധനം കിട്ടിയാലും അപ്പം തന്നെ പൊട്ടിച്ച് ഒരുങ്ങി ഒരു ഫോട്ടോ ഒരു വീഡിയോ എടുത്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം വരും. അങ്ങനെയുള്ള ഒരു സ്വഭാവമാണ് എൻ്റെത്. ഇതെന്ന് പറയുന്ന ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രസ്സാണ്. എനിക്ക് വീട്ടിലിടാനുള്ള ഡ്രസ്സ് അത്യാവശ്യമുണ്ട് ഫീഡിങ് ഫ്രണ്ട്ലി, പക്ഷെ പുറത്തിട്ടുകൊണ്ട് പോകാനുള്ള ഡ്രസ്സ് കുറവായിരുന്നു. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് ഉള്ളത് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡ്രസ്സിനോടാണ് എനിക്ക് താല്പര്യം. അതുകൊണ്ടിട്ടാണ് ഞാൻ ഇവരുടെ പേജ് ചൂസ് ചെയ്തത്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ് ഈ ചൂട് സമയത്തും. അതുപോലെ തന്നെ പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് നല്ല സൂപ്പർ ഫിറ്റ് ആയിട്ട് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റിയ ഡ്രസ്സാണ്. അതിന്റെ കൂടെ ഒരു പോക്കറ്റും ഉണ്ടായിരുന്നു കേട്ടോ. ഇതിന്റെ മെറ്റീരിയൽ വൈസും ക്വാളിറ്റി വൈസും എല്ലാം അടിപൊളിയാണ്. അവരുടെ പേജിൽ അത്യാവശ്യം വേറെ കളക്ഷൻസ് ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു കളർ ആയതുകൊണ്ടാണ് ഞാനിത് ചൂസ് ചെയ്തത്. പിന്നെ ആലിയക്കട്ട് എനിക്ക് ഇഷ്ടമായതുകൊണ്ടിട്ടാണ്. അവരുടെ വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഞാൻ അവരുടെ വെബ്സൈറ്റ് എൻ്റെ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ കൊടുത്തേക്കാം. പിന്നെ എനിക്കിപ്പോൾ കണ്ടമാനം വിശപ്പാണ്, അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ തിന്നാണ് ഇരിക്കുന്നത്.